ഓ നമസ്തേ. അധ്യാത്മ രാമായണം വളരെ പ്രാധാന്യം വരാനുള്ള കാരണം അതിലടങ്ങിയ തത്വങ്ങളാണ്. നമ്മളൊരു കഥ എന്ന രീതിയിലാണ് അതിനെ കാണുന്നത് പലരും. കഥയല്ല വാസ്തവത്തിൽ രാമായണം, സംഭവമാണ്. ആ സംഭവത്തിലൂടെ പുതിയ പുതിയ തത്വങ്ങളും ധർമ്മങ്ങളും അനാവരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു നോവൽ പോലെയല്ല ഈ പുരാണങ്ങൾ. പുരാണം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുനർനവം, എന്നും പുതുമയോടിരിക്കുന്നതാണ്. അതിന് പഴക്കമുണ്ടാവില്ല. അതാണ് അതിനെ പുരാണം എന്ന് പറയാനുള്ള കാരണം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതിഹ അസീത് ഇതിഹാസഹ എന്നാണ് സംസ്കൃതം. ഇങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു, നടന്നിരിക്കുന്നു, അപ്പോൾ അത് ചരിത്രമാണെന്നർത്ഥം. നമ്മൾ അത് വായിക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അതിലെ അർത്ഥങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു സംശയം നമ്മൾ അനാവരണം, അതിൻ്റെ നിവാരണം ചെയ്യുന്നത്, അതിനുള്ള ചോദ്യമാണ് ഇപ്പോൾ ഒരു സംശയം ഒരാൾ ഉന്നയിച്ചിരിക്കുന്നത്. ജനക മഹാരാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് ത്രയംബക വില്ല് ശ്രീരാമൻ പൊട്ടിച്ചപ്പോൾ സർവാഭരണഭൂഷിതയായ സീത ശ്രീരാമൻ്റെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു. പക്ഷേ ശ്രീരാമൻ സീതയുടെ കഴുത്തിൽ തത്സമയം വരണമാല്യം അണിയിച്ചില്ല. ഈ നടപടി ശരിയാണോ എന്നാണ് ചോദ്യം. രാമായണം വായിച്ചു പോകുന്നവരും ഇത് വായിച്ചു പോയിട്ടുണ്ടാകും, പക്ഷെ അവരുടെ മനസ്സിൽ ഈ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു വിവാഹം ചടങ്ങ് നടത്തുമ്പോൾ ഈ വധു വരൻ്റെ കഴുത്തിൽ പുഷ്പമാല അണിയുന്നു. അത് കഴിഞ്ഞ ഉടനെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ, ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ഉടനെ തന്നെ അതേപോലുള്ളൊരു മാല്യം, രണ്ടും ഒരേപോലെ ആയിരിക്കണം, ഒരേപോലെ നിർമ്മിക്കപ്പെട്ടതായിരിക്കണം, വ്യത്യസ്തമാകാൻ പാടില്ല എന്നർത്ഥം. അത് വധുവിൻ്റെ കഴുത്തിൽ അണിയിക്കുമ്പോഴാണ് ആ ബന്ധം ഭാര്യാഭർത്തൃബന്ധത്തിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വളരെ വിനയത്തോടുകൂടി സർവാഭരണ ഭൂഷിതയായ സീത ശ്രീരാമൻ ത്രയംബകം എന്ന പരമശിവൻ്റെ ആ ഏറ്റവും ഭാരമുള്ള ആ വില്ല് ഉയർത്തി പൊട്ടിച്ച് നിലത്തിട്ടു. അപ്പോൾ അവിടെ ജനക മഹാരാജാവ് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതായത് ആരാണോ ഈ വില്ലെടുത്ത് കുലച്ച് പൊട്ടിച്ചിടുന്നത് ആ വ്യക്തിക്കായിരിക്കും എൻ്റെ മകൾ സീതയെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അന്നത്തെ ആ സ്വയംവര സമ്പ്രദായത്തിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇവിടെ സീതയുടെ, അതായത് ശ്രീരാമചന്ദ്രൻ വില്ല് പൊട്ടിച്ച ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി പലരും ശ്രമിച്ചിട്ടും സാധിക്കാത്തത് ഇപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചെയ്ത ആൾ തന്നെയാണ് എൻ്റെ ഭർത്താവായി വരുന്നത്. മെല്ലെ മെല്ലെ ആഭരണമാല്യവുമായിട്ട് വന്ന് വേദിയിലെത്തി ശ്രീരാമചന്ദ്രൻ്റെ കഴുത്തിലടിയിക്കുകയാണ്. ലോകം മുഴുവനും ഈ രംഗം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേവന്മാരടക്കം, അന്തരീക്ഷചാരികളടക്കം, മനുഷ്യരടക്കം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ ശ്രീരാമൻ്റെ കയ്യിൽ നിന്ന് വരണമാല്യം സീതയുടെ കഴുത്തിൽ അണിയുമ്പോഴാണ് എല്ലാവരും സന്തോഷിക്കുന്നത് ആ ചടങ്ങ്. പക്ഷെ ഇവിടെ ശ്രീരാമനത് ചെയ്തില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മളത് ചിന്തിക്കണം. ഇതിൽ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതാണ് മറ്റൊരു കാര്യം. അത് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതിന് മറ്റു പല ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതുപോലെ ഈ വിവാഹ സംസ്കാര ചടങ്ങിൻ്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കിയവർക്കും മാത്രമേ അതിനെന്തെങ്കിലും സമാധാനം പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ യാഗരക്ഷയ്ക്കായിട്ടാണ് തൻ്റെ അനുജനോടൊപ്പം വിശ്വാമിത്ര മഹർഷി കൂടെ കാട്ടിലേക്ക് വന്നത്. അന്ന് ഭഗവാന്റെ വയസ്സ് 20 വയസ്സോ അത്രേ പ്രായമുള്ളൂ. 18 കഴിഞ്ഞിരിക്കുന്നു, 20 വയസ്സിൻ്റെ ആണ്. അപ്പോൾ രണ്ടുപേരും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനത്തിലേക്ക് വന്നു. ആ വനത്തിലങ്ങനെ പോകുമ്പോഴാണ് കുട്ടികൾക്ക് രാജധാനിയിൽ ആണല്ലോ കഴിഞ്ഞത്. അപ്പോൾ സമൃദ്ധിയോടുകൂടി ജീവിച്ചവരാണ്. അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവും. ഈ കാട്ടിലെ പഴങ്ങളൊന്നും കഴിച്ച ശീലം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ബല അതിബല എന്ന് പറയുന്ന 2 മന്ത്രങ്ങൾ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്തു. അത്
അതിൽ ബല എന്നുള്ള മന്ത്രം ജപിച്ചാൽ വിശപ്പ് ഉണ്ടാവില്ല. അതിബല എന്നുള്ള മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ദാഹം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് പിന്നെ യാഗരക്ഷയ്ക്കായിട്ട് വന്ന് യാഗ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ സമയത്താണ് രാക്ഷസന്മാർ അത് നടത്താതിരിക്കാൻ വേണ്ടി രക്തവും മാംസവുമൊക്കെ ആ ഹോമകുണ്ഡത്തിലേക്ക് എറിയാനുള്ള ശ്രമത്തിലായി. അപ്പം അതിന് നേതൃത്വം കൊടുത്തത് മാരീചനും സുബാഹുവും എന്ന് പറയുന്ന 2 രാക്ഷസന്മാരാണ്. ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ തൻ്റെ അമ്പ് കുലച്ച് വില്ല് കുലച്ചുകൊണ്ട് അമ്പ് തൊടുത്ത് വിടുകയാണ്. 2 അമ്പാണ് അദ്ദേഹം അയച്ചത്. അതിലാദ്യത്തെ ആ അമ്പ് സുബാഹുവിൽ തറച്ച് സുബാഹു മരിച്ചു വീണു. പക്ഷെ മാരീചൻ ഓടുകയാണ് ചെയ്തത്. തന്നെ രക്ഷിക്കാനായിട്ട് പല ദേവന്മാരടുത്തേക്ക് ഓടിയെങ്കിലും അവരൊന്നും തന്നെ ശ്രീരാമബാണം ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ തന്നെ വന്ന് നമസ്കരിച്ചു. രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ കാല് തൊട്ട് വന്ദിച്ചാൽ പിന്നെ ഏതൊരാളെയും സ്വീകരിക്കുന്നതാണ് പതിവ്. അഭയം നൽകുക എന്ന് പറയുന്നതിന്. അവൻ താൻ ചെയ്ത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണല്ലോ കാൽക്കൽ നമസ്കരിക്കുന്നത്. പിന്നെ അതിനോട് ചോദ്യമില്ല. അത് നമ്മൾ സ്വീകരിക്കുക, പഴയ അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ശരി, ആ ബാണം ഞാൻ പിൻവലിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനിയുള്ള ജീവിതം സാത്വിക മാർഗത്തിലൂടെ തന്നെ പോകും എന്ന് ഉറപ്പ് എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് മാരീചൻ പോവുകയും ഒരു ആശ്രമ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവം പോകും. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെയാണ് വിശ്വാമിത്ര മഹർഷി തിരിച്ച് ശ്രീരാമനെയും ലക്ഷ്മണനെയും അയോധ്യയിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തി. അവിടെ ഗൗതമ മഹർഷിയുടെ ശാപം കൊണ്ട് ശിലയായി മാറി അഹല്യയ്ക്കൊരു മോക്ഷം കൊടുക്കണം. അപ്പോൾ ആ നിലയിൽ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ത്രയംബകം എന്ന് പറയുന്ന ഒരു വില്ല് ജനകമഹാരാജാവിൻ്റെ രാജധാനിയിലുണ്ട്. അതൊന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം, അതവർക്ക് കൗതുകമായിരിക്കുമല്ലോ. ഈ 2 കാര്യങ്ങളും കൂടി അദ്ദേഹത്തിൽ കൂട്ടിച്ചേർക്കുക ചെയ്തു. അങ്ങനെ അഹല്യയ്ക്ക് മോക്ഷം നൽകി. അതിനുശേഷം ജനകമഹാരാജാവിൻ്റെ രാജധാനിയിൽ ചെന്നപ്പോഴാണ് ഈ ത്രയംബക വില്ല് കുലച്ച് പൊട്ടിച്ച ഒരവസ്ഥയുണ്ടായിരിക്കുന്നത്. പക്ഷെ അതൊരു വിവാഹത്തിൽ കലാശിക്കും എന്നുള്ളതൊന്നും ശ്രീരാമൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇവിടെ മാലയിട്ട് കഴിഞ്ഞു. എന്ത് ചെയ്യണം? കാരണം അച്ഛനമ്മമാരുടെ സമ്മതമില്ലാതെ ഉള്ള വിവാഹം അധാർമികമാണ് എന്നാണ് പറയുന്നത്. കാരണം അവർ നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി, അവർക്കുമുണ്ടാവും തൻ്റെ കുട്ടികളെ എങ്ങനെ വിവാഹം ചെയ്ത് കൊടുക്കണം എന്നുള്ള മോഹം. ആ മോഹമൊക്കെ ഇല്ലാതാക്കി അവരുടെ ഇഷ്ടപ്രകാരം പോകുമ്പോഴുണ്ടാവുന്ന വേദന അതവർ പുറത്ത് പ്രകടിപ്പിക്കില്ല, പക്ഷെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതങ്ങനെ പാടില്ല എന്നുള്ളതാണ് ശ്രീരാമചന്ദ്രൻ്റെ നിർബന്ധം. അതുകൊണ്ടാണ് അവിടെ ഒരു സസ്പെൻസ് ഉണ്ടായത്. ഇതറിഞ്ഞ വിശ്വാമിത്രന് മനസ്സിലായി പെട്ടെന്ന്. ഉടനെ ദശരഥ മഹാരാജാവിനെയും പരിവാരങ്ങളെയും ക്ഷണിക്കുകയാണ്. അവർ മുഴുവനുമായിട്ട് അവിടെ എത്തി. ജനക മഹാരാജാവുമായിട്ട് ദശരഥ മഹാരാജാവ് സംസാരിച്ചു. അവിടെ വെച്ച് ജനക മഹാരാജാവ് പ്രത്യേകമായിട്ട് പറഞ്ഞു, എനിക്ക് 4 പെൺമക്കളുണ്ട്, അങ്ങേക്ക് 4 ആൺമക്കളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലൊരു വിവാഹബന്ധം ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞു. ഉടനെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ആവാം. അങ്ങനെ ഒരു നിശ്ചയം അവിടെ കഴിഞ്ഞു. അതനുസരിച്ചിട്ട് സീതയുടെ വിവാഹം നടക്കുകയാണ്. പിന്നെ ആ സന്ദർഭത്തിലാണ് ശ്രീരാമചന്ദ്രൻ വരണമാല്യം സീതയുടെ കഴുത്തിലണിയുന്നത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിലാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. രാമായണത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് കാരണം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ വിവാഹ സംസ്കാരം മനസ്സിലാക്കിയവർക്ക് ഇത് ശ്രീരാമൻ ചെയ്തതിൻ്റെ ഉദ്ദേശം ഇതാണ്. കാരണം അച്ഛനമ്മമാരുടെ അറിവോടുകൂടി മാത്രമേ ഒരു വിവാഹം നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അതിൽ അനാവരണം ചെയ്യപ്പെട്ടത്. നമസ്തേ.